അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം നമുക്കൊക്കെ അറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പേ ബഹുമാനപ്പെട്ട ഇ.കെ. സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവർകൾ വഫാത്തായി. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്കൊക്കെ അറിയാം, ഉസ്താദ് വളരെ വിനയാന്വിതനായി സ്നേഹത്തോടുകൂടെ എല്ലാവരോടും പെരുമാറുന്ന ഒരു ഉസ്താദായിരുന്നു. ഇന്നേ വരെ ഉസ്താദിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്സുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതികാരപൂർവം പറയുന്ന ഒരു വീഡിയോയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അത്രയും സ്നേഹത്തോടു കൂടെയും വളരെ വിനയാന്യതനായിട്ട് പെരുമാറുന്ന ഉസ്താദായിരുന്നു അലിക്കുട്ടി ഉസ്താദ്. എനിക്കൊക്കെ അറിയാം, ഞാൻ പരിപാടിക്ക് മംഗലാപുരം, കാസർഗോഡ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലതവണ ഉസ്താദിനെ ട്രെയിനിൽ യാത്ര മധ്യേ കാണുകയും ഉസ്താദിൻ്റെ അടുത്ത് ദുആ ചെയ്യിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തോന്നിയ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, ആ ഒരു ജനാസ സന്ദർശിക്കാനും മയ്യത്ത് നിസ്കാരം നടത്താനൊക്കെ നമ്മുടെ എ.പി. സമസ്തയിലുള്ള ഒരുപാട് ആലിമീങ്ങൾ അവിടെ പോയിരുന്നു. പ്രത്യേകിച്ച് സമസ്തയുടെ പ്രസിഡൻ്റായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇ സുലൈമാൻ ഉസ്താദ് അവിടെ പോയി. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവർകൾ ആ ഒരു സദസ്സിലേക്ക് മയ്യത്ത് സന്ദർശിക്കാനും അതുപോലെ ജനാസ സംസ്കരിക്കാനൊക്കെ പോകുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മികച്ച ഉദാഹരണമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കാഴ്ചയായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം SKSSF-ൻ്റെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉസ്താദിനോട് കാണിച്ച ഒരു മര്യാദ, ഉസ്താദിന് കൃത്യമായിട്ട് അവർ വഴിയൊരുക്കി കൊടുത്ത് ഉസ്താദിന് വേണ്ട സൗകര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് ഉസ്താദിനെ അവിടെ സ്വീകരിച്ച് ഉസ്താദിനെ നിസ്കരിക്കാനും സന്ദർശിക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ SKSSF-ൻ്റെ വോളണ്ടിയേഴ്സ് അവിടെ സൗകര്യപ്പെടുത്തി കൊടുത്ത ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. നമുക്കൊക്കെ അറിയാം, സുന്നി ഐക്യം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രശ്നമുണ്ടാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അലിക്കുട്ടി ഉസ്താദിൻ്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടിയും സന്ദർശിക്കാൻ വേണ്ടിയും ഇവിടെ പോകുകയും ആ പോയ സമയത്ത് അവിടെയുള്ള ഇ.കെ. വിഭാഗത്തിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകരായാലും ഉലമാക്കളായാലും ഒക്കെ ഉസ്താദിനെ അവിടെ സ്വീകരിച്ച ഒരു രംഗം വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയായിരുന്നു. നമുക്കൊക്കെ അറിയാം, ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഒരുപാട് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എ.പി. ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഇ.കെ. ഉസ്താദിനെയും എന്നെയും അഥവാ എ.പി. ഉസ്താദിനെയും തമ്മിൽ ഭിന്നിപ്പിച്ച ആളുകളെ ഓർത്ത് ഉസ്താദ് കരയുന്ന ആ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നല്ല പ്രതികരണങ്ങളാണ് ആ ഒരു സമയത്ത് എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ഉസ്താദ് അവിടെ പോവുകയും മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്ത സമയത്ത് ആ ഒരു ഉസ്താദിനോട് അവർ കാണിച്ച ഒരു പ്രതിപക്ഷ ബഹുമാനം, ഇത് ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നും. ഈ ഒരു സമയത്ത് പല ആളുകളും ഉസ്താദ് അവിടെ പോകുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ പല തെരീക്കത്തിൻ്റെ പേരിലും പല ആളുകളും ഉസ്താദിനെ അവിടുന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ ഉസ്താദിനോട് അപമര്യാദയായിട്ട് അവർ പെരുമാറുമോ എന്നൊക്കെ നോക്കി എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് SKSSF-ൻ്റെ പ്രവർത്തകരായാലും സന്നദ്ധ സേവകരായാലും ഉലമാക്കളായാലും കൃത്യമായിട്ട് ഉസ്താദിനോട് കാണിച്ച പ്രതിപക്ഷ ബഹുമാനം, അതാണ് ഈ ഒരു സമയത്തുള്ള ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും സുന്നികൾ തമ്മിൽ വളരെയധികം ഐക്യമാണ് ഇപ്പോഴും. പണ്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ട് ആ ഐക്യത്തെ ആരും തകർക്കാൻ ശ്രമിക്കരുത്. ഇനിയും മുമ്പോട്ട് ഇത്തരത്തിലുള്ള വേദികളിലൊക്കെ സുന്നി ഐക്യങ്ങൾ പൂത്തുലയുന്ന മഹാ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവിടെ പോയ സമയത്ത് ഉസ്താദിനോട് അവർ ആ സമയത്ത് ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട്, ഉസ്താദ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വരുന്നുണ്ട്, ഉസ്താദിൻ്റെ കൂടെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ആളുകൾ ഉസ്താദിൻ്റെ കൂടെ നിസ്കരിക്കണം എന്നൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് അവർ കാണിച്ച ആ ഒരു സ്നേഹം എന്നെന്നും നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ സ്നേഹത്തിൻ്റെ ഒരു കാഴ്ചയായിട്ട് നിലനിൽക്കും. അത് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇ.കെ. സമസ്ത വിഭാഗത്തിലുള്ള ആ ഒരു പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വരും. അസ്സലാമു അലൈക്കും.